ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റസ്ഫീസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് കണ്ണൂർക്കാരുടെ സ്വന്തം ഷേക്കായിട്ടുള്ള കണ്ണൂർ കോക്ടെയിലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയും കൂടെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും നോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. പക്ഷേ ഞാൻ അതൊന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൽ ചെയ്തെടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും കിട്ടാവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് ഈ ഒരു ഷേക്ക് തയ്യാറാക്കി എടുക്കാൻ 1 കപ്പ് ക്യാരറ്റും 1 കപ്പ് പപ്പായാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്, ഒന്ന് സോഫ്റ്റ് ആവാനും കൂടെ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങ് അടിച്ചെടുക്കുന്നുണ്ട്, വെള്ളമൊന്നും ആഡ് ചെയ്യാതെ. ചില മിക്സിയിൽ വെള്ളം ആഡ് ചെയ്യാതെ അരയില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് അങ്ങ് അടിച്ചെടുത്താൽ മതി. ഇപ്പം നല്ലതുപോലെ അങ്ങ് അരിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ല, നല്ല പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഫസ്റ്റ് അടിച്ചെടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇനി ഇത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു 2 കപ്പ് പാലാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്, നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അതിൽ കുറച്ച് ഐസിൻ്റെ ക്യൂബ്സും വരുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന 1 ടീസ്പൂണ് വനില എസൻസ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഐസ്ക്രീം ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗറും കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി അങ്ങ് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് വരുന്നൊരു ഷേക്കാണിത്. ഇനി നമ്മുടെ ഈ ഒരു ഷേക്കിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതും കൂടെ അങ്ങ് ആഡ് ചെയ്തിട്ട് നമ്മൾ കുടിക്കുന്ന ടൈമിൽ അതും കൂടെ അങ്ങ് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ഷേക്കിന്. അപ്പോൾ അതൊന്നും കൂടെ നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് കാഷ്യൂ നട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമ്മുടെ കയ്യിൽ വേറെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് ഉറുമാമ്പഴത്തിൻ്റെ സീഡ്സാണ്, അതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആപ്പിളാണ്, അതും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നോമ്പ് തുറക്കുന്ന ടൈമിലേക്കൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും. അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷേക്കാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഇത് നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കിൽ എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ റെസിപ്പീസുമായി വരുന്നവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.